ഈ വെണ്ട കിട്ടുമ്പോൾ പല റെസിപ്പികൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഈ വെണ്ട വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്. വെണ്ടക്ക പൊരിച്ചാൽ പിന്നെ പറയും വേണ്ട, അത് മാത്രം മതി ചോറുണ്ണാൻ. അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതുണ്ടായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറുണ്ണാൻ, ഇത് മാത്രം മതി. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നാടൻ റെസിപ്പികളൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ട ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ട ഞാൻ ഒരു ചെറിയ വെണ്ട ആയിരുന്നു കേട്ടോ, അപ്പോൾ 2ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് പാനിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടോ, അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു പോവും. നമുക്കത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കട്ടോ. എണ്ണ ഇനി ഒഴിക്കൊന്നും വേണ്ട, ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉണ്ടാവും കേട്ടോ. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി നല്ലൊരു മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലോട്ടൊരു സവാള, ചെറിയ സവാളയാണെങ്കിൽ 1, മീഡിയം സൈസ് സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. കൂടുതൽ സവാള ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. സവാള വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡറാണ് കേട്ടോ, മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണും സാധാ മുളക് പൊടി 1 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതാണ്, ഇനി കുറച്ച് കൂടി ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. ഇനിയും മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലോട്ട് 2 തക്കാളി മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ. ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളി ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആ വെള്ളത്തോട് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ചെറിയ ഒരു പീസ് മതി കേട്ടോ. കാരണം നമ്മൾ തക്കാളിയും പുളിയും കൂടി ചേർക്കുമ്പോൾ അത്യാവശ്യം പുളി ഉണ്ടാവും. പക്ഷേ പുളി എന്തായാലും ഒഴിവാക്കരുത്, കാരണം ഇതിൽ ഈ പുളിയുടെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ നല്ലപോലെ തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ട ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ വെണ്ടയിലോട്ട് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന സമയത്ത് നമുക്കിതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇതിനും വലിയൊരു കോമ്പിനേഷൻ വേറെ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്